പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ നാം എവിടേക്കാ കയറുന്നെന്നറിയാമോ? ഈ മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്ന ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനമാ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് വിശ്വസിച്ച് അതിൽ സന്തോഷിക്കുവാൻ, അതിൽ അഭിമാനിക്കുവാൻ, അതിൽ ചങ്കൂറ്റം കൊള്ളുവാൻ കഴിയും? ഈ ആരാധന അറിഞ്ഞ ഒരുത്തൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. പുരോഹിത വർഗത്തിൽ ജനിച്ചവനല്ല, രാജകുലത്തിൽ ജനിച്ചവനല്ല, ശാസ്ത്രിയോ പരീശനോ ലേവ്യനോ അല്ലായിരുന്നു. എങ്കിലും അദ്ദേഹം വിളിച്ചു പറയുകയാ, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആരാധനയ്ക്ക് വേണ്ടി, യാഗത്തിനു വേണ്ടി പണിതെടുക്കുന്നത് എന്തിനെന്നറിയാമോ? വിശുദ്ധ പുരോഹിത വർഗമായിട്ടാ നമുക്ക് യാഗം കഴിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്ത യാഗങ്ങളിൽ സ്വർഗം പ്രസാദിക്കുക ഇല്ല. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമുക്ക് ഈ രാജകീയ പുരോഹിത വർഗമാക്കിയത്? വാട്ട്സ് ആൻസർ? എന്തിനു വേണ്ടി നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കിയത്? ഒന്ന് പറഞ്ഞേ. ഇത് ക്ലാസ് അല്ലേ? ഒന്ന് പറഞ്ഞേ. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഇത് പഠിക്കാൻ വന്നതല്ലേ നമ്മൾ. എന്തിനു വേണ്ടി നമ്മളെ ഒരാൾ ചോദിക്കുക, സഹോദരൻ എന്തിനു വേണ്ടി നിങ്ങളെ രാജകീയ പുരോഹിതമാക്കിയിരിക്കുന്നു? ആരാധനയ്ക്കാ. പുരോഹിത വർഗത്തിൻ്റെ ജോലി എന്താ? ആരാധന കഴിക്കുക എന്നുള്ളതാ. ഈ രാജകീയ പുരോഹിത വർഗമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ എല്ലാവർക്കുമുണ്ട്. ഇന്ന് ചില പെന്തക്കോസ്ത് സഭകളിലൊക്കെ ഈ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയുടെ ചില ഷാഡോസ് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലേവ്യ പുരോഹിത വർഗത്തിൻ്റെ ഒരു ചെറിയ നിഴലാട്ടം എങ്ങനെയൊക്കെയോ കടന്നു വന്നിട്ടുണ്ട്. അത് അപകടമാകട്ടെ. ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവഭാഗത്ത് വന്ന ഒരാൾക്കും സമയഭേദം കൂടാതെ ധൈര്യത്തോടെ ഒരു പുരോഹിതൻ പഴയ നിയമത്തിൽ ചെയ്തത് എന്തോ അതുപോലെ ധൈര്യത്തോടെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുവാൻ കഴിയുന്ന ഒരു കൃപയുടെ വാതില സ്വർഗം നമുക്ക് തുറന്നു നൽകിയിരിക്കുന്നത്. മറന്നു പോകരുത്. ഇതാ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും ഒരൊറ്റ കാറ്റഗറിയിൽപ്പെട്ടവരാ. വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഏതു സമയത്തും യേശാവ് ജ്യേഷ്ഠാവകാശം വിറ്റതുപോലെ നിങ്ങൾ ഏതെങ്കിലും പാസ്റ്റർമാർക്ക് അവകാശം വിട്ടുകൊടുക്കരുത്. ക്ഷമിക്കണം, വിട്ടുകൊടുക്കരുത്. സഭയുടെ നടത്തിപ്പോൾ അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഈ അവകാശം നിങ്ങൾക്കുള്ളതാ. നിങ്ങൾക്ക് നേരിട്ട് പിതാവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കൊരു പുതുവഴി തുറന്നു നൽകിയിട്ടുണ്ട്. അത് വിശുദ്ധന്മാർ മനസ്സിലാക്കണം. നമ്മുടെ പദവികൾ നാം മനസ്സിലാക്കണം. യേശാവ് ജ്യേഷ്ഠാവകാശം വിറ്റിട്ട് പിന്നെ കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ട് എന്തില്ല? നിങ്ങൾ ഈ പുരോഹിത സ്ഥാനമൊക്കെ വല്ലവർക്കും കൊടുത്താൽ ഇനി കണ്ണുനീരോടെ അപേക്ഷിച്ചാലും കിട്ടാൻ അതിന് കൊടുക്കരുത്. അത് നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, ആരാധകനായിട്ടുള്ള അഹരോൻ, അവൻ്റെ വസ്ത്രം മുഴുവൻ വിശുദ്ധമാണ്. അവൻ ആരാധിക്കുന്ന ഇടം വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇനിയും വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്ന ആരാധനയോട് ബന്ധപ്പെട്ടതെല്ലാം വിശുദ്ധമാണ്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിന്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധമായിരിക്കണം, ശുദ്ധീകരിക്കണം. 9-ാമത്തെ വാക്യത്തിൽ അതിലെ ഉപകരണങ്ങളൊക്കെയും വിശുദ്ധീകരിക്കണം, അത് വിശുദ്ധമായിരിക്കണം. യാഗപീഠത്തിൽ പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രവും തലപ്പാവും അവൻ കടന്നു ചെല്ലുന്ന സ്ഥലവും മാത്രമല്ല, അവിടെയുള്ള സകല ഉപകരണങ്ങളും വിശുദ്ധമായിരിക്കണം.
അകൃത്യമായതോ ചതിച്ചതിൻ്റെ ഭാഗമോ കവർന്നതിൻ്റെ ഭാഗമോ ദേവാലയത്തിനകത്ത് ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. ആരാധനാലയത്തിൽ ഇരിക്കുന്ന ഓരോ ഉപകരണങ്ങൾക്കും സാക്ഷ്യം പറയാൻ കഴിയണം, വിശുദ്ധം, വിശുദ്ധം, വിശുദ്ധം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പുതിയ നിയമസഭയോട് ഇടുന്ന സ്തോത്ര കാഴ്ചയും കയ്യിലേറ്റി ധൈര്യത്തോടെ പറയാൻ കഴിയണം ഇത് വിശുദ്ധമാണെന്നും. പറയാൻ പറ്റുമോ? പറ്റണം. ആ തലത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. ആരാധനയോട് ബന്ധപ്പെട്ടതെല്ലാം വിശുദ്ധമാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. ഇന്ന് വളരെ മാന്യമായ ജോലി ചെയ്യുന്ന ഭക്തനായൊരു സഹോദരൻ. ഭവനത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ജോലിക്കായൊരു സ്ഥലത്ത് പോയി. ആ സഭയുടെ ശുശ്രൂഷകൻ ഞാനായിരുന്നത് കൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിൻ്റെ ഒരു ഓഹരിയൊക്കെ സഭയിൽ എന്നെ ഏൽപ്പിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ഈ ഏൽപ്പിക്കുന്ന ഓഹരികൾ അന്ന് ഒരു ശീലമുണ്ട്, ഡയറിക്കകത്ത് ഇങ്ങനെ വെറുതെ കുറിച്ച് വെക്കും. മറ്റൊന്നുമല്ല, ഒന്ന് കുറിച്ച് വെക്കും. അതിന് പ്രത്യേക കാരണമുണ്ട്. ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്നെ ടെലിഫോൺ ചെയ്തു. അദ്ദേഹം ജോലിയിൽ ഒരുപാട് കൃത്രിമം കാണിച്ചു. അദ്ദേഹം മാർക്കറ്റിങ്ങിലായതുകൊണ്ട് തെറ്റായ ബില്ലും വൗച്ചറും ഒക്കെ ജനറേറ്റ് ചെയ്ത് കടകളിൽ നിന്ന് ഒരുപാട് പണം കൈപ്പറ്റി, ഏകദേശം വലിയൊരു തുക. ഞാൻ ആ സഹോദരനെ വിളിച്ചു, ആ കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ കയ്യിൽ അദ്ദേഹം നൽകിയ ഈ ധനം എല്ലാം കണക്ക് കൂട്ടി. അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും അത് അദ്ദേഹത്തിന് മടക്കി നൽകി. എന്നിട്ട് പറഞ്ഞു, ആദ്യം നീ ആദ്യത്തെ ഗഡുവായിട്ട് ഇതവിടെ കൊണ്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ജോലി ചെയ്ത് നീ കവർന്നതെടുത്തതെല്ലാം തിരിച്ചു കൊടുത്ത് നിന്റെ യജമാനന് ലാഭമുണ്ടാക്കിയ ശേഷമേ നീ അവിടുന്ന് മടങ്ങാവൂ. അന്ന് ലളിതഹൃദയനായ ആ ചെറുപ്പക്കാരൻ അത് നെഞ്ചിലേറ്റി, അതുപോലെ അനുസരിച്ചു. 5 വർഷം ഒരു സാലറിയും എടുക്കാതെ വളരെ ഞെരുങ്ങി ബുദ്ധിമുട്ടി ചൂടുവെള്ളം മാത്രം കുടിച്ച് അധ്വാനിച്ച് അദ്ദേഹം ചെയ്തു. ഞാൻ പറയട്ടെ, ദേവാലയത്തിൽ കൊണ്ടുവരുന്നതും വിശുദ്ധമായിരിക്കണം. വിശുദ്ധമല്ലാത്തതൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. നാം എത്ര ദൈവത്തിന് കൊടുത്തു എന്നുള്ളതല്ല, കൊടുത്തത് വിശുദ്ധമാണോ എന്നാ ദൈവം നോക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ആരാധന കളഞ്ഞ് ഓവർടം ചെയ്ത് നിന്റെ കൊച്ചിനെ ബിർളയിൽ ചേർത്തത് കൊണ്ട് അവൻ്റെ ഭാവി ശുഭകരമാകണമെന്നില്ല. തുറന്ന് ഞാൻ പറയുകയാ, സ്തോത്രം, ദൈവത്തിന് പ്രസാദകരമായത് നൽകിയിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്. അല്ലാത്തതൊന്നും സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമില്ല. മനുഷ്യന് ആവശ്യം ഉണ്ടായിരിക്കും, ദൈവത്തിന് വിശുദ്ധമായിരിക്കണം സകല ഉപകരണങ്ങളും. എന്നെ സന്തോഷിപ്പിച്ച ഒരു വേദഭാഗമുണ്ട് കേട്ടോ. ജനസിസ് 8-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 20-21 വാക്യങ്ങൾ ഒന്ന് തുറന്നൊന്ന് വായിച്ച് നോക്കിക്കേ. വേദപുസ്തകം അങ്ങനെങ്കിലും ഒന്ന് തുറക്കുക. ഇന്നലെ 1 മണിക്കൂർ വായിക്കാമെന്ന് കൈ ഉയർത്തിയ ആളുകൾ ചിലർ ചോദിച്ചു, അതെ ഒരുമിച്ച് ഒരു സ്ട്രെച്ചിൽ വായിക്കണോ? ഞാൻ പറഞ്ഞു, സമയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും 1/2 മണിക്കൂറാകാം. വായിക്കണം. വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ വായിക്കാതെ കഴിയുകയില്ല. വിശുദ്ധിയുടെ പ്രസംഗം കേട്ട് ഉള്ളു ഞരങ്ങി കുറ്റബോധത്തോടെ ശിക്ഷാഭീതിയിൽ പോയിരിക്കാനല്ല ഇതൊക്കെ പറയുന്നത്. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ക്ഷമ പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ച് സന്തോഷകരമായൊരു ജീവിതത്തിന് വേണ്ടിയാ നാം ഈ ബൈബിൾ ക്ലാസ്സിൽ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടാ. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും തിരഞ്ഞെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. മതി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ബൈബിൾ അറിയാവുന്നവരാ. ഒരൊറ്റ ചോദ്യം. ദൈവം ആരാധനയുടെ നിയമം കൊടുക്കുന്ന എപ്പോഴാ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് ശേഷമാണ് കൽപ്പനകൾ കൊടുക്കുന്നത്. നോഹ ആരാധന കഴിച്ച സമയത്ത് ആരാധനയ്ക്ക് യാതൊരു നിയമങ്ങളോ ക്രമീകരണങ്ങളോ ഉണ്ടായിട്ടില്ല.
എന്തിനെ കൊടുക്കണം, എങ്ങനെയുള്ള മൃഗത്തെ കൊടുക്കണം എന്നുള്ളതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ വായിച്ചു നോക്കിയേ, നോഹ കൊടുത്തത് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിൽ ഹോമയാഗം അർപ്പിച്ചു. അറിവൊന്നുമില്ല. ദൈവത്തെ ഒരുവൻ ശുദ്ധ മനസാക്ഷിയോടെ ദൈവത്തെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ കൽപ്പനകളൊന്നുമില്ലെങ്കിലും ദൈവിക ആരാധനയുടെ ദിവ്യ വെളിപ്പാടിൻ്റെ അനുഭവം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറിവ് പുറത്തു നിന്ന് മാത്രമല്ല വരുന്നത്. അറിവ്, എല്ലാ അറിവും വായനയിലൂടെ മാത്രമല്ല ലഭിക്കുന്നത്. ഒരുവൻ ദൈവത്തോട് വിശുദ്ധമായി സംസർഗം ചെയ്യുമ്പോൾ ദൈവിക നിയമങ്ങളുടെ ചില കോഡുകൾ അവൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് പുറത്തേക്ക് വരും. അതാണ് അവിടെ വായിക്കുന്ന. ഒരു നിയമങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ചിലതിനെ എടുത്ത് യാഗം കഴിച്ചു. ഞാൻ ഉത്തരഭാരതത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന, റൂറൽ ഏരിയ ട്രൈബൽസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ശുശ്രൂഷകനാണ്. ഞാൻ പറയട്ടെ, ലോകത്തിലാകമാനം 2000 സംസാര ഭാഷകളുണ്ട്. ഇന്ത്യയിൽ 300 സംസാര ഭാഷയുണ്ട്. 20 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഭാരതത്തിലുള്ളത്. 100 സംസാര ഭാഷയിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 200 സംസാര ഭാഷയിൽ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രതി പോലും ഇല്ല. യു പിയിലെ വാരണാസിയിൽ നിന്ന് 400 കിലോമീറ്റർ ഈസ്റ്റിലുള്ള ഒരു ഗ്രാമത്തിൽ 40 വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്കിതുവരെ അവരുടെ ഭാഷയിൽ ബൈബിളില്ല, വേദപുസ്തകം ഒരിക്കലും വായിച്ചിട്ടില്ല. കഴിഞ്ഞ 3 മാസത്തിന് മുൻപ് ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ വിശുദ്ധിയുടെ അളവ് കണ്ടപ്പോൾ, അവിടെ വിശുദ്ധിയുടെ ആ മാനം കണ്ടപ്പോൾ, എൻ്റെ കയ്യിൽ 27 വേദപുസ്തകത്തിൻ്റെ വ്യത്യസ്ത പരിഭാഷകൾ ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിലും എന്നേക്കാൾ വിശുദ്ധിയുടെ അളവിൽ അവർ ഉന്നതരായിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, വായനയിലൂടെ മാത്രമല്ല വിശുദ്ധി കിട്ടുന്നത്. ദൈവത്തെ ഉണ്മയോടെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരുവന്റെ അകത്തു നിന്ന് വിശുദ്ധിയുടെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. എന്നെ എക്സൈറ്റ് ചെയ്ത കാര്യം ഇതൊന്നുമല്ല. ഫ്രാൻസിൻ്റെ പെർഫ്യൂം അടിച്ചാലൊന്നും ദൈവം എക്സൈറ്റഡ് ആകത്തില്ല. ഇവിടെ വായിക്കുന്നത്, ഈ വിശുദ്ധ ആരാധനയുടെ സൗരഭ്യം ദൈവം മണത്തപ്പോൾ, ഒരു നിയമങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ, വിശുദ്ധിയുള്ള പറവകളിൽ നിന്നും വിശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ദൈവത്തിന് യാഗം കഴിച്ച യാഗത്തിൻ്റെ ആ ആരോമ, ആ സൗരഭ്യം ദൈവം മണത്തപ്പോൾ ദൈവം എക്സൈറ്റഡ് ആയി. നമ്മുടെ ആരാധന ഇന്ന് ഉയരേണ്ടത് ഇതാ, വിശുദ്ധിയുടെ സൗരഭ്യമാ. സഭയിൽ പാട്ടും ഡാൻസും ജമ്പിങ്ങും ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം കൂടെ മിക്സ് ചെയ്ത് ഹീബ്രുവും തെലുങ്കും എല്ലാം കൂടെ പാടിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. എനിക്കതിനകത്ത് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും ദൈവം സെൻസ് ചെയ്യുകയില്ല. ദൈവത്തിനൊന്നും എക്സൈറ്റഡ് അല്ല. നിങ്ങൾ ചിന്തിക്കുന്നത്, ഇവിടെ ഒരു 4-5 കീബോർഡ് എടുത്ത് പൊട്ടിക്കുമ്പം ദൈവം റോക്ക് തുടങ്ങണം. അമേരിക്കയിൽ നിന്ന് ഒരു മലയാളിയായ ദൈവദാസൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഗ്രാമത്തിലൊക്കെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, അമേരിക്കക്കാർക്ക് പറ്റുന്ന സ്ഥലത്തൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓ എന്നാൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എങ്ങോട്ടൊക്കെയാണ്. അപ്പം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആരാധന റോക്ക് സ്റ്റൈൽ ആരാധനയാണ്.
എന്നുവെച്ചാൽ അങ്ങനെ റോക്ക് സ്റ്റൈൽ ആരാധനയാണ് ഞങ്ങളുടെ ആരാധന. അപ്പം ഞാൻ ചോദിച്ചു അതെന്തുവാ? അത് അറിയത്തില്ല, ഇവിടെ റോക്ക് സ്റ്റൈൽ ആരാധനയുണ്ട്. മുടിയൊക്കെ ഇങ്ങനെയൊക്കെ അഴിച്ചിട്ട് കീബോർഡൊക്കെ ഓടി നടന്ന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച അത് ആരാധന. ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി പറയാനുണ്ട്. നിങ്ങളെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇറ്റ്സ് ഫ്രം ഡെപ്ത് ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നു. ഇതൊന്നും വേണ്ടെന്നുള്ള ഒരു ചിന്തയല്ല, നിങ്ങളതിനെ തെറ്റായി ധരിക്കരുത്. എല്ലാം നല്ലതാ. ഞാൻ എപ്പോഴും വായിക്കുന്നത് 120 പുരോഹിതന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് കാഹളമൂതിയപ്പോൾ ജനമെല്ലാം കവിണ് വീണ് നിലവിളിച്ചെന്നാണ് പറയുന്നത്. അല്ലാതെ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യുന്നല്ല. ദൈവസാന്നിധ്യം, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ലതാ. ദൈവസാന്നിധ്യം ഇറങ്ങി വരാത്രത്തോളം കാലം നിന്റെ ആരാധനകൾ വെറും എക്സൈറ്റ്മെന്റ് മാത്രമാ. നിന്റെ പുറത്തെ ബാഹ്യമായ മനുഷ്യന് നൽകുന്ന ഈ കിളികളാ. അതിനപ്പുറം അതിനൊന്നും നൽകാൻ കഴിയുകയില്ല. ദൈവം ഈ ആരാധന മണത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു ഡിസിഷൻ ദൈവം മാറ്റിയെന്നാണ് പറയുന്നത്. എന്താ ഡിസിഷൻ മാറ്റിയത്? യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഞാൻ പറയുന്നത് ദൈവത്തിന് നൽകുന്ന ആരാധനകൾ ദൈവത്തിന്റെ തീരുമാനങ്ങളെ വരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ തീരുമാനങ്ങൾ വരെ മാറ്റുവാൻ കഴിയുന്നതാ. അന്ന് നോഹ ചെയ്ത ഈ ആരാധനയാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് അനുമതിയായി തീർന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ആരാധനകളിൽ വിശുദ്ധിയുടെ സൗരഭ്യം പൊങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം ചില തീരുമാനങ്ങൾ എടുക്കുന്ന നിലയിലുള്ള ഒരാരാധന ദൈവത്തിന് കാഴ്ചവെക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ മുൻപ് പറഞ്ഞതൊക്കെ ക്ഷമിക്കണേ നിങ്ങൾ. ഈ ആരാധനകളിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടൊന്നും ആരും വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയില്ല. ദൈവം എക്സൈറ്റ് ചെയ്യുന്നത് നിന്റെ ഇൻസ്ട്രുമെൻ്റോ നിന്റെ ചർച്ചിൻ്റെ കോയറിൻ്റെ ബലമോ ഒന്നുമല്ല, നിന്റെ വിശുദ്ധിയാണ്. നിന്റെ വിശുദ്ധിയുടെ സൗരഭ്യമാണ് ദൈവം മണക്കേണ്ടത്. എത്ര പേർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവത്തെ സ്തോത്രം ചെയ്തു പോകേണ്ട കാര്യം മാത്രമല്ല, ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാനായിട്ട് കഴിയണം. ഒരുപാട് ഭാഗം ആ ഭാഗത്ത് പറയാനുണ്ടെങ്കിലും ടൈം ഈസ് ഗോയിങ് ഫാസ്റ്റ്. വളരെ വേഗത്തിൽ സമയം പോകുന്നുണ്ട്. ദൈവത്തിന് വിശുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് വേഗം ഒരല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവിടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകുന്നുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഞാൻ പോകുകയും ഈ പഴയ നിയമത്തിൽ ലോർഡ്സ് പ്രയർ എനിക്ക് പറയാനുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥന എന്താ? ഹലൗഡ് ബി ദൈ നെയിം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആദ്യം വിശുദ്ധിയില്ല എല്ലാം ആരംഭിക്കുന്നത്. വിശുദ്ധിയില്ലാതെ ദൈവം നമ്മിൽ പ്രസാദിക്കുകയില്ല. പഴയ നിയമത്തിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി 3 അധ്യായം നീക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. 3 ചാപ്റ്റർ കുഷ്ഠരോഗികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനു വേണ്ടി ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് മുൻപുള്ള ടെസ്റ്റിംഗ് ആണ് ഈ 3 അധ്യായം. പരിശോധന, ഇവന് കുഷ്ഠം ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന പരിശോധനയായി 3 അധ്യായങ്ങളിലും. ഈ പരിശോധനയെല്ലാം കഴിഞ്ഞ് കുഷ്ഠം ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്താണ്. പാളയത്തിന് പുറത്ത് ഇവരിങ്ങനെ കൂട്ടമായി സഞ്ചരിച്ചോണം. പാളയത്തിനകത്തേക്ക് കയറരുത്. ഏതെങ്കിലും പാളയത്തിനകത്തുള്ള ആളുകൾ എങ്ങനെങ്കിലും വഴിതെറ്റി ഈ പാളയത്തിന് പുറത്തു വല്ലതും വന്നാൽ ന്യായപ്രമാണത്തിൻ്റെ നിയമമനുസരിച്ച് വായ മൂടിക്കൊണ്ട് അവർ ആരോഗ്യമുള്ള, വിശുദ്ധിയുള്ള, നല്ല ബലമുള്ള, ഈ രോഗം ബാധിക്കാത്ത ആളുകളെ കാണുമ്പോൾ അവർ വിളിച്ചു പറയും, അൺക്ലീൻ, 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 അശുദ്ധൻ,
അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. എപ്പോഴാ അവർ വിളിച്ചു പറയുന്നറിയാമോ? അവർ അന്യോന്യം കാണുമ്പോൾ വിളിച്ചു പറയത്തില്ല. കാരണം ഒരുത്തിന് മൂക്കില്ലെങ്കിൽ വേറൊരുത്തിന് ചെവിയില്ല, വേറൊരുത്തിന് ചെവിയില്ലെങ്കിൽ മറ്റവന് കൈയില്ല. വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഒരുത്തിന് ഒരെണ്ണം ഉണ്ടെന്നേ ഉള്ളൂ, വേറൊരുത്തിന് മറ്റേത് ഇല്ല. അവനെ കാണുമ്പോൾ അൺക്ലീൻ അൺക്ലീൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ അന്യോന്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടൊക്കെ ആണല്ലോ അല്ലേ, അന്യോന്യമൊക്കെ നോക്കിക്കഴിഞ്ഞാലോ കർത്താവേ ഞാൻ മിടുക്കല കേട്ടോ, അവന് ചെവിയില്ല പക്ഷെ എനിക്ക് ചെവി, പക്ഷെ മൂക്കില്ലാത്ത കാര്യം നാം അറിയുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ആരാധന. അന്യോന്യം നോക്കും, ഞാൻ മെച്ചമാണ്. ഇനി ഉപദേശിയുടെ പണി എന്താണെന്നറിയാമോ? എല്ലാവരും നോക്കും, എല്ലാം അതിനെക്കാട്ടും മെച്ചാ ഈ സഹോദരി, ഈ സഹോദരനേക്കാൾ മെച്ചമാ, മെച്ചം മതി. പക്ഷെ ആരോഗ്യമുള്ള ഒരുവനെ ഒരു കുഷ്ഠരോഗി കാണുമ്പോഴാ അവൻ്റെ കുറവുകൾ അവന് മനസ്സിലാകുന്നത്. രാത്രി പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. നിന്റെ ആരാധന ലോകത്തിൽ ഏതു പാസ്റ്റർ അപ്രീഷിയേറ്റ് ചെയ്താലും നീ അതിൽ സാറ്റിസ്ഫൈ ആകരുത്. സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ ആരാധനയിൽ പ്രസാദിക്കേണ്ടത്. ദൈവം നിന്നെ നോക്കുമ്പോൾ, ദൈവത്തെ നീ കാണുമ്പോൾ ആരാധനയെ നീ വിളിച്ചു പറയും, അനുദപിച്ച് വിളിച്ചു പറയും, അയ്യോ ഞാൻ അശുദ്ധനാണ്, എൻ്റെ ദൈവമേ ഞാൻ അശുദ്ധനാണ്. നമ്മുടെ ആരാധന ഒന്നും നിലവിളിയുന്നില്ല, മനസ്താവുമില്ല, രൂപാന്തരമില്ല. നമ്മുടെ അശുദ്ധിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ആരാധനയിൽ നാം ദൈവത്തെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പിന്നെയും പറയുക, ഉപകരണങ്ങളുടെ അതിപ്രസരങ്ങൾ ദൈവസഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്കിന്റെ അതിപ്രസരങ്ങൾ ദൈവജനത്തെ കൊന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ ദൈവത്തെ ആരാധിച്ചാൽ ഒരാരാധനയിലും നീ അശുദ്ധനെന്ന് പറയാതെ പോകുകയില്ല. ഇല്ല, നെവർ. എനിക്കിതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. ദൈവത്തെ കണ്ടാൽ ഇതിനകത്ത് കയറുമ്പോഴേ തകർന്നാ വരുന്നത്. തമ്പുരാനെ കാണുമ്പോൾ നിവർന്നു നിൽക്കാൻ ആർക്ക് കഴിയും? 90 കഴിഞ്ഞ യോഹന്നാൻ പറയുക, തൻ്റെ എക്സ്പീരിയൻസ് പറയുക, നിങ്ങളിൽ പാവമില്ലെന്ന് പറയുന്നവൻ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. 90 കഴിഞ്ഞവൻ പറയുക. ഞാൻ പറയട്ടെ, 90 കഴിഞ്ഞവൻ അത് പറയുന്നെങ്കിൽ നമ്മുടെ കാര്യം എങ്ങനെ? എൻ്റെ കാര്യം എങ്ങനെ? നമ്മളെ വിട, എൻ്റെ കാര്യം എങ്ങനെ ആയിരിക്കും? ഈ ദിവസങ്ങളിൽ നമ്മുടെ ആരാധനകളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയണം. അത് കണ്ടുകൊണ്ടാ ചുങ്കക്കാരൻ ദേവാലയത്തിനകത്ത് കടക്കാതെ ദൂരത്ത് നിന്ന്, അല്ലേ? നിങ്ങളൊന്ന് വായിക്കണം, അതിൻ്റെയൊക്കെ കൃത്യത ഒന്ന് വായിക്കണം. കാരണം ദൈവത്തെ കണ്ടപ്പോൾ അവൻ്റെ കാല് പുറകോട്ട് പോയി. നീ ഇവിടെ നിന്നോളാമേ എന്നാ. നമ്മൾ ദൈവത്തെ കാണാൻ നേരെ കയറിയിട്ടിരിക്കും. കസറ എന്ത് ചെയ്യും? എൻ്റെ കസറ എന്ത്? പാസ്റ്റർ കസറ അവിടെ. കസറ ഇല്ലെങ്കിൽ ഇന്ന് ആരാധന ഇല്ല. ആരും ക്ഷണിക്കണ്ട. ഈ മുമ്പോട്ട് വരുന്നതോടെ ഞാൻ പറയാം, ദൈവത്തെ കണ്ട പുറകെ തന്നെ അങ്ങ് പമ്മും. പക്ഷെ അത് കാണുന്നാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് തമാശ പറഞ്ഞല്ല, ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ പറയുക, വേദിയിൽ ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇപ്പോഴും ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിൽ ഉള്ള ആ വലിയ ഭയം നിറഞ്ഞിരിക്കുക. വെറുതെ തമാശ പറയുന്ന കാര്യമല്ല, ഹൃദയത്തിന് ഇടിപ്പാ. ചില സമയങ്ങളിൽ ചിലപ്പോൾ കാണിക്കും, വിളിക്കല്ലേ. ഒരു മിഷണറിയായി ഇപ്പോൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ആരും അറിയാതെ പുറകിലിരുന്ന് പല ദിവസങ്ങളിലും ആരാധിച്ച് ഞാൻ മടങ്ങിയിട്ടുണ്ട്. രാത്രി ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമുക്കാർക്കും തലയുയർത്താൻ കഴിയാത്ത വിധത്തിൽ ദൈവം വിശുദ്ധനാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുമ്പോൾ നാം സാങ്ക്ടിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, നാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം വേർതിരിക്കപ്പെടണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഒരൊറ്റ ഭാഗം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. വൺ തിങ്, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മളെല്ലാവരും വായിക്കുന്ന വാക്യമാണ്. നിങ്ങൾ വായിക്കണ്ട ഈ ഭാഷയിൽ സഹോദരന്മാരെ എന്ന്, ഇംഗ്ലീഷിൽ പറയുന്നത് therefore brethren, ആകയാൽ സഹോദരന്മാരെ.
അതിൻ്റെ അർത്ഥം അതിൻ്റെ മേളിലുള്ളത് വായിക്കണമെന്ന്. മേളിലുള്ളത് വായിക്കണം. ഒരാരാധന, ദൈവം പ്രസാദിക്കുന്ന ഒരാരാധനയ്ക്ക് വേണ്ടി പൗലോസ് ആഗ്രഹം കൊണ്ടു. നിങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 32, 33 വായിച്ചാൽ കാണാം. അവൻ ദൈവസന്നിധിയിൽ ചെന്നു. അവന് ഒരുപാട് ധനമൊക്കെ ഉണ്ടായിരുന്നു. താൻ ചിന്തിച്ചു, ഈ ധനം കൊടുത്താൽ ദൈവം എൻ്റെ ആരാധനയിൽ പ്രസാദിക്കുമെന്ന്. അവൻ ഈ ധനവുമായി ചെന്നപ്പം ദൈവത്തിൻ്റെ മുഖത്തോക്ക് നോക്കിയപ്പോൾ അവൻ പറയുകയാ, ഹാ, ദൈവത്തിൻ്റെ ധനം. തൻ്റെ അറിവുകൾ, നല്ല ഡിഗ്രിയൊക്കെ ഉണ്ട്. ഞാനൊരു സമയത്ത് ചിന്തിച്ചു, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് കൊണ്ട് ശുശ്രൂഷയിൽ എറിക്ക് വന്നു എന്ന് അത് ചിന്തിച്ച് അന്നൊന്നും എറിച്ചിട്ടില്ല. ആ സംഗതിയൊക്കെ വിട്ടപ്പോഴാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഇവൻ ഇതെല്ലാം കൊണ്ട് നോക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം, ഗമാലിയലിൻ്റെ പാദപീഠ ഇത് പഠിച്ച PhDയുടെയും MTHൻ്റെയും ഒക്കെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്ന് പോയപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം, ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സന്നിധി സംഘത്തിലൊക്കെ പ്രവർത്തിച്ചു അറിവുകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അറിവ് നോക്കിയപ്പോൾ താൻ പറയാം, ദൈവത്തിൻ്റെ അറിവ്, അവയുടെ ആഴമേ. എന്നിട്ട് താഴെ പറയുന്നത്, ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിച്ചവൻ ആർ. ഇന്ന് പ്രസംഗിക്കുന്ന കൊടുപ്പീൻ കിട്ടും, കൊടുപ്പീൻ കിട്ടും, വെയ് കിട്ടും, വെയ് കിട്ടും. പൗലോസ് പറയുന്നത്, ദൈവത്തിന് കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിച്ചവൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൃപാവരപ്രാപ്തിൽ പറയുന്ന ദൈവം പുള്ളിയുടെ കയ്യിലാന്ന്. ദൈവത്തിന് മന്ത്രിയായിരിക്കാൻ ആർക്കും കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിന്റെ കൃപാവരം കൊണ്ട് കഴിയത്തില്ലെന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിന്റെ ധനം കൊണ്ട് കഴിയുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിന്റെ അറിവ് കൊണ്ട് കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിന്റെ ജ്ഞാനം കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് 12-ാമത്തെ അധ്യായം ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാകും. ആകയാൽ സഹോദരന്മാരെ, ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വിളിച്ചു പൗലോസ് പറയുകയാ, ഇതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്ന ഒറ്റ ആരാധനയുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഒരൊറ്റ ആരാധനയിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ, വിശുദ്ധിയുടെ ആരാധന. ഹോള് മാറി കയറില്ല. തല്ലി നോക്കിയിട്ട് ഇവിടെ 2 കീബോർഡേ ഉള്ളൂ, അപ്പുറത്ത് അപ്പോഴവൾ പറഞ്ഞു അവിടെ ഒരു മറ്റേ ഒരു ഗിറ്റാറും കൂടെ അങ്ങോട്ട് കയറാം. ഇതാ ഇന്നത്തെ കാര്യം. നിങ്ങളുടെ കാര്യമല്ലേ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാ, എൻ്റെ വാസ്തവം ഞങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, 5000 വാട്സിൻ്റെ സിസ്റ്റം ഉപയോഗിക്കുന്നത്. എന്നാൽ ചങ്കങ്ങ് ഇടിച്ചങ്ങോട്ട് ആത്മാവിലാകും. ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, വളരെ ആത്മാർത്ഥതയോടെ പറയുക. കാരണം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അവരെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെയാണെന്ത്? പൗലോസ് പറയുന്നു, ദൈവം പ്രസാദിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. Let's all stand up before the God's presence. തമ്പുരാന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹൃദയങ്ങൾ ഇന്ന് രാത്രി എന്തെങ്കിലും ദർശിക്കാനുള്ള ഒരു ശ്രമത്തിലാകരുത്. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞ് ദൈവത്തിന് വിശുദ്ധമായ ഒരു യാഗം സമർപ്പിക്കുവാൻ തമ്പുരാന്റെ മുൻപാകെ നമുക്കൊന്ന് സമർപ്പിക്കാനായിട്ട് കഴിയുമോ? കുഷ്ഠരോഗി പാളയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ആരോഗ്യമുള്ളവരെ കാണുമ്പോൾ വിളിച്ചു പറയുന്നത് പോലെ അൺക്ലീൻ, അൺക്ലീൻ, അൺക്ലീൻ എന്ന് പറയുവാനല്ലാതെ ഇന്ന് രാത്രി നമുക്ക് മറ്റൊന്നുമില്ല. അവന്റെ മുഖം ദർശിച്ചവർക്ക് ഇന്ന് രാത്രി മറ്റൊന്നും പറയാനില്ല. ഹൃദയം ഇന്ന് രാത്രി